കേരളത്തിലെത്തി വിവാഹിതയായി വിവാദത്തിലായ മോണോലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതോടെ വെട്ടിലായി CPM നേതാക്കൾ. വിവാഹത്തിന് മുൻകൈയെടുത്ത മന്ത്രി വി ശിവൻകുട്ടിയും എ റഹീം MPയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമടക്കം പ്രതിക്കൂട്ടിലാകുമെന്നാണ് സൂചന. മധ്യപ്രദേശ് പോലീസ് വിഷയത്തിൽ കേസെടുത്തതായി സൂചനയുണ്ട്. വ്യാജരേഖ ചമയ്ക്കലും ശൈശവ വിവാഹ നിരോധന നിയമവും ഉൾപ്പെടെ ചുമത്തിയാകും കേസ് വരിക. ശാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഈ മോണോലിസയുടെ വിവാഹത്തിൻ്റെ മുന്നിൽ നിന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായിട്ടുള്ള എ റഹീം, അതോടൊപ്പം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരായിരുന്നു. എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് അന്ന് തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. ഈ കുട്ടിയുടെ ഈ വിവാഹത്തിന് ഒരു ലവ് ജിഹാദിൻ്റെ സ്വഭാവമുണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ അന്ന് തന്നെ ശക്തമായിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി തെളിയിക്കുന്ന രേഖകളാണല്ലോ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ പറയൂ ശാലിനി. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ലവ് ജിഹാദിന്റെ സ്വഭാവം ഉണ്ട് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ ഉയർന്നതാണ്. ചില ദേശീയ പ്രസ്ഥാനങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ഇമെയിലിലൂടെ പരാതി നൽകിയതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് മൊണാലിസയുടെ പ്രായം എന്താണ്, അല്ലെങ്കിൽ എന്നാണ് ഇവർ ജനിച്ചത് എന്നുള്ള കൃത്യമായ രേഖകൾ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരിന്റെ തന്നെ രേഖകൾ, അസൽ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് പുറത്തു വരുന്നതോടുകൂടി ഈ കല്യാണത്തിന് നേതൃത്വം നൽകിയവരടക്കമുള്ളവർ പെടുമെന്നുള്ളതിൽ സംശയമില്ല. മാർച്ച് 11-ാം തീയതിയാണ് മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള മൊണാലിസയും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാനും തിരുവനന്തപുരത്ത് എത്തുകയും അരിമാനൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്ത് അന്ന് ആ വിവാഹത്തിന് നേതൃത്വം നൽകാൻ മുൻപന്തിയിൽ നിന്നത് സംസ്ഥാനത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ, ഒപ്പം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MPയുമായിട്ടുള്ള എ റഹീമ. അന്നൊക്കെ ഇവർ പറഞ്ഞത് കൃത്യമായി പ്രായം പരിശോധിച്ചു, പ്രായപൂർത്തിയായതിനു ശേഷമാണ് 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയാണ് ഈ വിവാഹം കഴിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ തുടങ്ങിയതിനു ശേഷം, വിവാഹത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോഴും ഫർമാനും മൊണാലിസയും പറഞ്ഞതും ഇത് തന്നെയാണ്. പക്ഷെ അന്നേ കുടുംബം ഇത് തിരസ്കരിച്ചതാണ്. മാതാവിന്റെ ശബ്ദരേഖയടക്കം ജനം TV പുറത്തുവിട്ടതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരാതിയിലടക്കം ഈ രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ DGPക്ക് പരാതി നൽകിയതാണ്. അത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ളൊരു രേഖയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് മാർച്ച് 11-ന് നടന്നിട്ടുള്ള വിവാഹം നിയമപരമല്ല എന്ന് തെളിയുന്ന രീതിയിൽ, അതായത് ബാലവിവാഹം, ശൈശവ വിവാഹമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18 വയസ്സ് തികഞ്ഞെന്ന വിവാഹിതരുടെ അവരുടെ വാക്കുകൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖ കൂടിയാണ് ഈ വന്നിട്ടുള്ളത്. 2009 ഡിസംബർ 30-ന് വൈകിട്ട് 5:30-നാണ് സർട്ടിഫിക്കറ്റിൽ മൊണാലിസയുടെ ജനനത്തീയതിയും ജനനപ്രായം. ഇത് പ്രകാരം മൊണാലിസയ്ക്ക് 18 വയസ്സ് തികയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 16 വയസ്സും 2 മാസവും 12 ദിവസവും മാത്രമാണ് മൊണാലിസയ്ക്ക് പ്രായം. അപ്പോൾ എങ്ങനെയാണ് മൊണാലിസ 18 വയസ്സ് പൂർത്തിയായത് എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും ക്ഷമിക്കണം, നിയമ നടപടിയുമായി കുടുംബം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. മധ്യപ്രദേശ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി നീങ്ങിയിട്ടുണ്ട്. FIR ഇട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ഗൗതം, അതായത് ശാലിനി, ഈ കുട്ടിയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രതികരണം നമ്മൾ നേരത്തെ കേരളത്തിലെ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിച്ചതാണ്. അതിൽ മാതാവും പിതാവും, അമ്മയും അച്ഛനും ഒരുപോലെ പറയുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കാനെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ കൊണ്ട് പോകുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ ഈ ദുരൂഹതയുണ്ടായെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് അന്ന് അച്ഛൻ പറയുന്നതിൻ്റെ വീഡിയോ സന്ദേശം ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ ഈ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി നമുക്ക് ലഭിക്കുമ്പോൾ ഇതിൽ വലിയ ദുരൂഹത ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ഗൗതം, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം, അതായത് കൃത്യമായി ഇവിടെ വ്യാജരേഖ ചമച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയപ്പോഴും ഫർമാനും മൊണാലിസയും ഒരു ആധാർ രേഖ ഉയർത്തിക്കാട്ടിയിരുന്നു. ഈ ആധാറിന്റെ തീയതി ഒപ്പം തന്നെ അതിലെ ജനനത്തീയതി പരിശോധിക്കുകയാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വ്യാജരേഖ ചമയ്ക്കൽ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ശൈശവ വിവാഹം, അത് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ലവ് ജിഹാദിന്റെ സ്വഭാവമുള്ള വിവാഹമായതുകൊണ്ട് തന്നെ അവിടെ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഇത് നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആവാം കേരളത്തിലെത്തി ഇതിനൊരു കളം ഒരുക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ മൊണാലിസ അവരുടെ പിതാവുമായിട്ടാണ് എത്തിയത്. കൊച്ചിയിലെത്തിയ മൊണാലിസയുടെ പിതാവിനെ അവിടെ നിർത്തിയതിന് ശേഷം ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായി തിരുവനന്തപുരം പൂവാറിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വ്യാജേനയാണ്
കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ച് ഇത്തരത്തിലൊരു വിവാഹം നടത്തിയത്. അതിനും സംസ്ഥാനത്തെ ഇടത് സർക്കാരിന്റെ മന്ത്രി തന്നെ നേതൃത്വം നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ രേഖകൾ പുറത്തു വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് CPM നേതാക്കൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഒരു ലവ് ജിഹാദിന്റെ സ്വഭാവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അവരുടെ കുടുംബക്കാരുടെയോ മാതാപിതാക്കളുടെയോ സമ്മതമില്ലാതെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു എന്നുള്ളൊരു വകുപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ സമ്മതമില്ലാതെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയതിലടക്കം നിയമ നടപടി 3 CPM നേതാക്കന്മാരും ഒപ്പം തന്നെ വിവാഹത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്ര കമ്മിറ്റിക്കാരും നേരിടേണ്ടതായി വരും എന്നുള്ളതിൽ സംശയമില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ മധ്യപ്രദേശിന്റെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും മധ്യപ്രദേശ് പോലീസ് തേടിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ നടപടിയിലേക്ക് അവിടെ നിന്ന് പോലീസും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിശ്വഹിന്ദു പരിഷത്തും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണ്. കൂടാതെ തന്നെ മൊണാലിസയുടെ മാതാപിതാക്കളും നിയമ നടപടിയുമായി മധ്യപ്രദേശ് പോലീസിനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വാങ്ങിക്കൂട്ടിയ ഒരു കുരുക്കായി CPM നേതാക്കന്മാർക്ക് ഈ ഒരു വിവാഹവും ഈ വിവാഹത്തിന്റെ നടത്തിപ്പും മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഗൗതം. ഓക്കെ ശാലിനി, കേരളത്തിലെത്തി വിവാദത്തിലായ മോണോലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റാണ് ജനം TV പുറത്തുവിട്ടത്. CPM നേതാക്കൾ വെട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി V ശിവൻകുട്ടിയും MP AA റഹീമും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ളവരാണ് ഈ വിവാഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതിനൊരു ലവ് ജിഹാദ് സ്വഭാവമുണ്ട് എന്ന് ദേശീയ പ്രസ്ഥാനങ്ങൾ, ഹൈന്ദവ സംഘടനകൾ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ജനന സർട്ടിഫിക്കറ്റും ഇതിന്റെ ആധാറിന്റെ കോപ്പിയും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ട് ലവ് ജിഹാദിനെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. അവർക്ക് മുന്നിലേക്ക് ഇത്തരം തെളിവുകൾ വീണ്ടും എത്തുകയാണ്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേർന്നത്.